ഞങ്ങളതാണോ അവരതാണോ എന്നുള്ളത് വേറെ ആരതോ ആണോ എന്നുള്ളത് പോലീസുകാരാണ് പറയേണ്ടത്. അവർ പോയെന്ന് കിട്ടിയാന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം FIR ഉള്ള കേസും പടി ആയതുകൊണ്ട് ഇതിപ്പോൾ അവരെന്നെ പോലീസുകാരാണ്, കർണാടക പോലീസാണ് ഇതിന് മറുപടി നൽകേണ്ടത്. ഇത് അവിടെയുള്ള മീൻ പിടിക്കുന്ന ആർക്കാണ് കിട്ടിയതെന്നാണ് പറഞ്ഞിട്ട്. സ്ഥിരീകരണം പോലീസുകാരാണ് സ്ഥിരീകരിക്കേണ്ടത്. അവരെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു 4 to 5 പീസ് ഉണ്ടാവും. പല ഇടങ്ങളിലായിട്ടാണ് അവർ കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് കഷ്ണം എത്ര ഉണ്ട് എന്നുള്ള ഓർമ്മയില്ല. എന്തായാലും ഒരു 3-4 കഷ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കുള്ള അത് ഞങ്ങൾ തന്നെ ആണോന്നുള്ളത് പോലീസുകാർ എന്തായാലും നിർബന്ധമായിട്ട് അവരാണ് കൺഫേം ചെയ്ത് പറയേണ്ടത്. ഞാനല്ല, ഞാൻ പോയി കണ്ട അന്നലെ വൈകുന്നേരം. അതിൻ്റെ മുകളിലൊരു P1 എന്നുള്ളതായിട്ട് ഞാൻ കണ്ടു. ഞാനതിപ്പോൾ ബാക്കി മീഡിയകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. P1 എന്നുള്ള ഒരു മാർക്കിംഗ് ഉണ്ട്. അതൊരു പ്രത്യേക മാർക്കിംഗ് ഒന്നല്ല. അവിടെ ജസ്റ്റ് ആ ലോഡിൻ്റെ ഫോട്ടോ അയച്ചു തന്നതിൽ ഒരു P1 എന്നുള്ള മാർക്കിംഗ് ഉണ്ട്. ജസ്റ്റ് അതേ ഉള്ളൂ. ഈ മരം ഏതിൻ്റെയാണ്? അക്രിശമരം തന്നെയാണെന്നോ തിരിച്ചറിയാം? ഏത് അവിടെ ഉള്ളതോ? അവിടെ ഉള്ള മരത്തിന് തോലില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലായില്ല ഏത് മരം എന്നുള്ളത്. ഓക്കെ. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ തടിയുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവരെ ബന്ധപ്പെട്ടത്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഈ ലോറി ഉടമയോടൊപ്പം തന്നെ ഈ സ്ഥലത്തേക്ക് പോയ വ്യക്തിയാണ്. ഈ വാഹനം അല്ലെങ്കിൽ ഈ വാഹനത്തിൽ നിന്ന് നഷ്ടപ്പെട്ട തടിയാണോ എന്ന് പോലീസിനൊരു സംശയം തോന്നുകയും ഉടമ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. അദ്ദേഹം പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ വിളിപ്പിച്ചു, നിങ്ങളുടെ തടിയാണോ ഇത് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് വരണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. അതിൻ്റെ ഭാഗമായി മനാഫും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളും കൂടി അങ്ങോട്ടേക്ക് പോയി. അവിടെ P1 എന്ന് രേഖപ്പെടുത്തിയ ചില തടികളുണ്ടായിരുന്നു. ആ തടിയിൽ ഏതാണ്ട് ഏത് മരത്തിൻ്റേതാണ് എന്ന് വ്യക്തമല്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുന്ന് മരം എടുത്തു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും നടത്തിയത് അർജുനാണ്. അതുകൊണ്ട് തന്നെ ആ തടിയിൽ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഏത് തടിയാണ് എന്ന കാര്യത്തിലൊന്നും ഒരു സ്ഥിരീകരണം ഞങ്ങൾക്ക് നൽകാനാവില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഈ അർജുൻ തടി കൊണ്ടുവന്ന സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ അർജുൻ്റെ വാഹനത്തിൽ കയറ്റിയ ലോറിയിൽ തന്നെയാണ് ഈ P1 എന്ന തടി രേഖപ്പെടുത്തിയത്, അല്ലെങ്കിൽ ആ തടിയിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മുങ്ങൽ വിദഗ്ധർ ലോറിക്കരികിലേക്ക് വീണ്ടും പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ നീക്കം. അതായത് ഈ ഡ്രോണിൻ്റെ പരിശോധനയ്ക്ക് ശേഷം മുങ്ങൽ വിദഗ്ധർ മൂന്നാമതും 2 തവണ ആ ഭാഗത്തേക്ക് പോയതാണ്. ആ ഭാഗത്തേക്ക് പോയി തിരിച്ച് എത്തേണ്ട സാഹചര്യം, അവിടേക്ക് ഇറങ്ങാൻ പറ്റാതിരുന്ന സാഹചര്യം. പക്ഷേ ഇപ്പോഴത്തെ 3-ാം തവണയും സംഘം അവിടേക്ക് പോകുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പുഴയിലേക്ക് ഇറങ്ങി ഈ ഹുക്കിംഗ് നടത്താനാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി അവർ നോക്കുന്നത്. ലോറി ഉയർത്താനുള്ള സാധ്യത ഈ അവസാന നിമിഷമെങ്കിലും അല്ലെങ്കിൽ ഇന്ന് ഈ സമയത്തെങ്കിലും ലഭിക്കുമോ എന്നുള്ള സാധ്യത തന്നെയാണ് അവർ പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആളെ അല്ലെങ്കിൽ അർജുനെ പുറത്തെത്തിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതകളുണ്ടോ എന്നുകൂടി അവർ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ പറയുന്നത് ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഈ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട സാധ്യതയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതൊരു സ്ഥിരീകരണമല്ല. കാരണം കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ പുഴ കലങ്ങിയിട്ടുണ്ട്, ആ കലങ്ങിയ പുഴയിലുള്ളത് കൊണ്ട് തന്നെ കലങ്ങിയ പുഴയായതുകൊണ്ട് തന്നെ അകത്ത് ഏതെങ്കിലും രീതിയിൽ ആ റഡാറിലൂടെയോ അല്ലെങ്കിൽ ആ ഡ്രോണിലൂടെയോ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനാകില്ല എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. എന്തായാലും നിലവിൽ ലോറി കണ്ടെത്തിയിരിക്കുന്നു. ലോറിക്ക് പോയിന്റ് ടു പോയിന്റ് മാർക്കിംഗ് നടന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് 3-ാം തവണയും നാവികസേന ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. ഇനി അറിയേണ്ടത് ഏത് നിമിഷത്തിലാണ് അല്ലെങ്കിൽ അവർക്ക് പുഴയിലേക്ക് ഇറങ്ങാനാകുമോ, ആ പുഴയിലേക്ക് ഇറങ്ങിയ ശേഷം ഏതെങ്കിലും രീതിയിൽ അവിടെ ഇവരുടെ ഇത് കണ്ടെത്താനാകുമോ എന്നുള്ളതാണ്. അതിപ്പോൾ ഈ ഹുക്ക് ചെയ്യാനാകുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി അറിയേണ്ടത്. ശരി അർജുൻ, ശരി സരീഷ് തുടരും.